വെൽക്കം ബാക്ക് ടു മൈ ജെസ്സി ജീസ് യൂട്യൂബ് ചാനൽ. ഇന്നത്തേത് ഒരു വൈകുന്നേരം നമുക്കൊന്ന് പോയി കാറ്റ് കൊണ്ടിട്ട് വരാം. അങ്ങനെ എൻ്റെ ഫാമിലിയും അനിയത്തിൻ്റെ ഫാമിലിയും മച്ചിയായിട്ട് ഞങ്ങളെല്ലാവരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ശംഖുമുഖത്തേക്കാണ് പോകുന്നത്. ശംഖുമുഖം എത്തിയിട്ടുണ്ട്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. കാര്യം എന്താണെന്ന് വെച്ചാൽ പാർക്കിംഗ് അത്രയ്ക്ക് ഫുള്ളായിരുന്നു. പിന്നെ ഒന്ന് രണ്ട് വലത് ചുറ്റിത്തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരു വണ്ടി എടുത്തതിന് ശേഷം അവരുടെ ആ പാർക്കിങ്ങിലാണ് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഫസ്റ്റ് വരുന്നത് ബീച്ച് പാർക്കിലേക്കാണ്. ഇത് ബീച്ച് പാർക്കിൻ്റെ എൻട്രൻസ് ആണ്. എൻട്രൻസിൽ നിന്ന് കയറി കഴിയുമ്പോഴത്തേക്കും നേരെ കാണുന്നത് കുട്ടികളുടെ പ്ലേ ഏരിയ ആണ്. ഏജ് ലിമിറ്റ് ഉണ്ട്, എല്ലാ കുട്ടികൾക്കും അതിൽ കയറാൻ കഴിയില്ല. പിന്നെ ക്രിസ്മസിൻ്റേതായിട്ടുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർസ് ഗിഫ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ലൈറ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് ഈ ഒരു സംഭവമാണ്. അവിടെ കുട്ടികളൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഫുഡ് കൗണ്ടേഴ്സ് ഒത്തിരി ഉണ്ട്. അപ്പോൾ ലൈറ്റായിട്ട് ചായ എന്തെങ്കിലും കുടിക്കാൻ നേരിട്ട് ചായ ഓർഡർ ചെയ്തു. അതിലൊരു കൗണ്ടറിലേക്ക് കയറി. കൂട്ടത്തിൽ 2 പേര് ചായ കുടിക്കത്തില്ല. ചൂട് ചായയും കേക്കും ഓർഡർ ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു പുറത്തിറങ്ങി പോപ്കോൺ വാങ്ങി പിള്ളേർക്കൊക്കെ കൊടുത്തു. പോപ്കോണും കഴിച്ചിട്ട് ഞങ്ങൾ കടൽക്കാറ്റ് കൊള്ളാനായിട്ട് ഫ്രണ്ടിലേക്ക് നടന്നു. ഇതാണ് എൻ്റെ അനിയത്തി. പിന്നെ കുട്ടികളെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ അവിടെ എല്ലാ സ്ഥലത്തും കാണാമായിരുന്നു. എന്ത് ഹൈറ്റിലാ പോയി നോക്കിയേ. പക്ഷെ അത് തിരിച്ച് വരുമ്പോഴത്തേക്കും ക്യാച്ച് ചെയ്യാനായിട്ട് അവൻ അതിൻ്റെ കറക്റ്റ് പൊസിഷൻ അറിയാം കേട്ടോ. ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അച്ഛന് കുറച്ച് ഇയറിങ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നോക്കി നല്ലത് നോക്കിയിട്ട് ഒരു 4-5 സെലക്ട് ചെയ്തു. പിന്നെ അവൾക്ക് ഇതും വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ കണ്ടപ്പോഴത്തേക്കും കുഴപ്പമില്ല, കൊള്ളാൻ തോന്നിയിട്ട് അത് വാങ്ങിക്കൊടുത്തു. അങ്ങനെ അടുത്തിനി ഫുഡ് കൗണ്ടർ ലക്ഷ്യമാക്കിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടേക്ക് വന്നാലും പിള്ളേരുടെ ഫേവറേറ്റാണ് പാനിപ്പൂരിയും പോപ്കോണും. അപ്പോൾ അതും ഓർഡർ ചെയ്തു. എനിക്ക് പാനിപ്പൂരി അത്ര ഇഷ്ടമല്ല, ഞാനത് കഴിച്ചില്ല. എനിക്ക് പോപ്കോൺ ഇഷ്ടമായി. അപ്പം ഞങ്ങളത് കഴിച്ചു. പാനിപ്പൂരി കുട്ടികൾക്ക് ഫേവറേറ്റാണ്. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി ട്രിവാൻഡ്രം ലൈറ്റ് ബ്രിഡ്ജാണ്. അതുവഴിക്ക് ഞങ്ങൾ നേരെ ഞങ്ങൾക്ക് വെമ്പായത്തോട്ടാണ് വരേണ്ടത്. കുറച്ച് ദൂരം യാത്രയുണ്ട്. നല്ല നൈറ്റായി. പിന്നെ ക്രിസ്മസിൻ്റെ ലൈറ്റൊക്കെ അവിടെ എവിടെ കാണാമായിരുന്നു, അതൊക്കെ കണ്ടു. ഇതാണ് നമ്മുടെ നിയമസഭാ മന്ദിരം. അപ്പോൾ അതൊക്കെ പാസ് ചെയ്തു ഉള്ളിലേക്ക് വന്നു. അത്യാവശ്യം പല സ്ഥലങ്ങളിലും ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിള്ളേർക്കൊക്കെ ഒത്തിരി നേരമായി വണ്ടിയിൽ കയറിയിട്ട്. പിന്നെ കഴിക്കാനും ടൈമായി. ഉറക്കവും വരുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ എന്തെങ്കിലും കഴിക്കണമല്ലോ. ഞങ്ങൾ വെമ്പായത്ത് റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. അപ്പോൾ അവിടെ വന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. ഇന്ന് ഹൈഫൈൻ്റെ 25th ആനിവേഴ്സറി ആണെന്ന് അവർ നമ്മളോട് പറഞ്ഞു. ഇനി ടേബിൾ അറേഞ്ച് ചെയ്യാനായിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴത്തേക്ക് കുറച്ച് സെൽഫിയൊക്കെ ഇവർ വെച്ചിട്ട് എടുക്കാം. വീഡിയോസൊക്കെ എടുത്തു. അമലിന് മെറിൻ്റെ സെവനപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ദാഹം വരും. പിന്നെ അവൻ അതിനകത്തുനിന്നൊരു
മരൻ്റെ എടുത്തു കുടിച്ചു. ഇതെൻ്റെ മോനും അനിയത്തിൻ്റെ മോനുമാണ്. ഇവർ രണ്ടാളുമായിട്ടാണ് എപ്പോഴും കൂടുതൽ. അപ്പോൾ ടേബിളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടേബിളിലേക്ക് പോകാം. ഇനി ആ ടൊമാറ്റോ സോസ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അലങ്കാര പണികൾ പ്ലേറ്റിൽ ചെയ്യാം. അപ്പോഴത്തേക്ക് ഫുഡ് ടേബിളിൽ എത്തോളം. അത് കണ്ടിട്ട് അമലും റംസാനും ഒക്കെ കുട്ടി കാറൊക്കെ വരയ്ക്കാൻ തുടങ്ങി. അടുത്തത് റംസാനിലേക്ക് കൈമാറിയിട്ട് നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഫുൾ മന്തിയും ഷവായിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിഞ്ഞു. ഇനി തിരികെ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മുടെ ചെറിയ വിശേഷങ്ങൾ. വീഡിയോയിൽ കാണാം. ബൈ.